സാങ്കേതിക വിദ്യയും മതവിശ്വാസവും കൈകോർക്കുന്ന ഒരു കാഴ്ചക്കാണ് ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയോൾ കഴിഞ്ഞ ആഴ്ചയിൽ സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് സന്യാസിയായ ഗാബിയെ സിയോളിലെ ജോഗി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായി പരിചയപ്പെടുത്തി. ബുദ്ധപൂർണിമ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നടന്ന ചടങ്ങിൽ പരമ്പരാഗത ബുദ്ധ മത വസ്ത്രം ധരിച്ചെത്തിയ ഗാബി മറ്റ് സന്യാസിമാർക്കൊപ്പം ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും AI സാങ്കേതിക വിദ്യയുടെ വളർച്ച അതിവേഗം കുതിക്കുന്നതിനിടെ ശ്രദ്ധ നേടുകയാണ് ദക്ഷിണ കൊറിയയിലെ റോബോട്ട് ബുദ്ധ സന്യാസി. ചൈനീസ് കമ്പനിയായ യൂണിട്രിയുടെ G1 പ്ലാറ്റ്ഫോമിൽ വികസിപ്പിച്ച 130 സെന്റിമീറ്റർ ഉയരമുള്ള ഈ റോബോട്ട് വിശ്വാസികൾ ചെയ്യുന്നത് പോലെ വണങ്ങുകയും പഗോഡയ്ക്ക് ചുറ്റും വലം വെക്കുകയും ചെയ്തിരുന്നു. കൂടാതെ 108 മുത്തുകളുള്ള ഒരു ജപമാല സ്വീകരിക്കുകയും ചെയ്തു. കാരുണ്യം എന്നർത്ഥം വരുന്ന കൊറിയൻ പദത്തിൽ നിന്നാണ് ഗാബി എന്ന പേര് ഇതിന് നൽകിയത്. ബുദ്ധമതത്തോടുള്ള തന്റെ ഭക്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി സ്വയം സമർപ്പിക്കും എന്നാണ് ഈ റോബോട്ട് മറുപടി നൽകിയത്. സന്യാസിമാരുടെ കുറവ് പരിഹരിക്കാനും യുവതലമുറയെ മതത്തിലേക്ക് ആകർഷിക്കാനുമാണ് ഈ നീക്കമെന്ന് അധികൃതർ പറയുന്നു. സാങ്കേതിക വിദ്യയെ ആത്മീയതയുമായി ബന്ധിപ്പിക്കുന്ന ഈ പരീക്ഷണം ദക്ഷിണ കൊറിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ച ഈ റോബോട്ട് സന്ദർശകരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുകയും ബുദ്ധമതത്തിലെ ആശയങ്ങളെക്കുറിച്ച് അവരോട് വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ഷേത്ര സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നതും ധ്യാനത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതുമാണ് ഈ റോബോട്ടിന്റെ പ്രധാന ചുമതലകൾ. മനുഷ്യരെ ബഹുമാനിക്കുക, മറ്റ് റോബോട്ടുകളെയോ വസ്തുക്കളെയോ നശിപ്പിക്കാതിരിക്കുക, തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പങ്കുവെക്കാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ റോബോട്ട് പ്രവർത്തിക്കുന്നത്. വാസ്തവത്തിൽ പല ഏഷ്യൻ രാജ്യങ്ങളിലും ബുദ്ധ വിഹാരങ്ങളിലെ സന്യാസിമാരുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വരികയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരം റോബോട്ടുകളെ ഒരു സഹായകരമായ ഉപകരണം ആയിട്ടാണ് കാണുന്നത്. യുവതലമുറ മതപരമായ ജീവിതത്തിന് താല്പര്യം കാണിക്കുന്നില്ല. അതിനോടൊപ്പം പ്രായമായ സന്യാസിമാരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. വെറുമൊരു സംസാരിക്കുന്ന റോബോട്ടല്ല ഇത്. ക്ഷേത്രം വൃത്തിയാക്കൽ, അടിസ്ഥാന കാര്യങ്ങൾ, സുരക്ഷാ നിരീക്ഷണം, സന്ദർശകരെ ആനയിക്കൽ തുടങ്ങിയ ക്ഷേത്ര ജോലികളിൽ സഹായിക്കുന്നതിന് പറ്റുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും മനുഷ്യരെ മാറ്റി പകരം റോബോട്ടിനെ കൊണ്ടുവരാൻ അല്ല ഉദ്ദേശം എന്നാണ് ഇതിന്റെ നിർമ്മാതാക്കൾ പറയുന്നത്. ഒരു യഥാർത്ഥ സന്യാസി ആകുക എന്നതല്ല, മറിച്ച് സന്യാസിമാരെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. മതരംഗത്ത് മാത്രമല്ല, കായിക സേവന മേഖലകളിലും ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വിപ്ലവം സൃഷ്ടിക്കുകയാണ്. 2026 ഏപ്രിൽ ബെയ്ജിംഗിൽ നടന്ന ഹാഫ് മാരത്തണിൽ ലൈറ്റ്നിംഗ് എന്ന റോബോട്ട് വെറും 50 മിനിറ്റിൽ ഓടിയെത്തി മനുഷ്യന്റെ ലോക റെക്കോർഡ് മറികടന്നിരുന്നു. കൂടാതെ വൈറ്റ് ഹൗസിലെ ചടങ്ങുകളിൽ അമേരിക്കൻ പ്രഥമ വനിത മെലാനിയ ട്രംപിനൊപ്പം റോബോട്ടുകൾ പ്രത്യക്ഷപ്പെട്ടതും വലിയ വാർത്തയായിരുന്നു. ഹുണ്ടായി, ടെസ്ല തുടങ്ങിയ വമ്പൻ കമ്പനികൾ വ്യവസായ ആവശ്യങ്ങൾക്കായി പുതിയ റോബോട്ടുകളെ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണ്.